ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. മൂവോട്ടുണ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്നാണ്. അപ്പം ക്ഷേത്രത്തിലെ അവിടെ തൂക്കമാണ് പ്രധാനപ്പെട്ട ഉത്സവം, കൊച്ചു കുഞ്ഞുങ്ങളെ തൂക്കുന്നത്. അപ്പം തൂക്ക മഹോത്സവത്തോടനുബന്ധിച്ചും എല്ലാ വർഷവും അതിൻ്റെ തലേ ദിവസം ഘോഷയാത്രയുണ്ട്. വിളംബര ഘോഷയാത്ര എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വിളംബര ഘോഷയാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇതെടുത്ത് വീഡിയോ ആക്കിയത്. നല്ലൊരു സൂപ്പർ ഘോഷയാത്രയായിരുന്നു. ഫസ്റ്റ് ചെണ്ടമേളമായിരുന്നു. അതെനിക്ക് കിട്ടിയില്ല, ഞാൻ വന്നിട്ട് കുറച്ച് ലേറ്റായി പോയപ്പോഴത്തേനും. അപ്പോൾ ആദ്യം വന്നിട്ട് കാവടിയും ഈ പറക്കും കാവടി അങ്ങനെയൊക്കെ ശൂലം കുത്തൂലേ, അപ്പം അവരെയൊക്കെ ആദ്യമേ വണ്ടിയിൽ തളർന്നുകൊണ്ട് കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല, 2 കാവടിയുടെ വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ. ഫസ്റ്റ് താലപ്പൊലിയായിട്ട് ചെണ്ടമേളം, 2 താലപ്പൊലിയായിട്ട് ബേക്കിൽ ഒരുപാട് ലേഡീസ് പോകുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ദേവിയെ കൊണ്ടുപോകുന്നതാണ്. ഈ ലേഡീസ് പോണതിലൊക്കെ ഞാൻ കണ്ട പ്രത്യേകത എന്ന് വെച്ചാൽ ആരും ചെരുപ്പിട്ടിട്ടില്ല, അത്രയ്ക്ക് വിശ്വാസത്തോടെയാണ് അവർ നടന്നു പോയെന്ന് പറയും. ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ തുടങ്ങും. ഇവിടെ നിന്ന് കറങ്ങി ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും 9:15. അപ്പം ആ സമയം തൊട്ട് അവർ ഇത്രയും നടക്കണില്ല, അവർ സമ്മതിക്കണം. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കത് കഴിയുമെന്ന് തോന്നില്ല. എത്രയും കിലോമീറ്റർ കണക്ക് നടക്കും. കറക്റ്റ് 3 മണിയാകുമ്പോൾ അവിടെ തുടങ്ങും, 3-4 മണി. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ 9 മണി. അടുത്ത ക്ഷേത്രം പോകാൻ കുറച്ച് ദൂരം കൂടെയുണ്ട്. അപ്പം എത്രയൊരു ക്ഷേത്രത്തിലെത്തുമ്പോഴത്തേനും 10 മണിയാവും. എല്ലാം മൊത്തത്തിലെത്തുമ്പോഴത്തേനും 10 മണിയാവും. അതുപോലെ തന്നെ ഈ വിളക്ക് കെട്ടൊക്കെ കാണുമ്പോഴത്തേനും എനിക്ക് അതിശയത്തിന് വെയിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ഒരു ഇതുമില്ലാതെ അവരിന്ന് ഒരുപാട് സമയം നിന്ന് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ പേര് കാവടി എടുക്കുന്നവർ ശൂലം വന്നിട്ട് നമ്മുടെ കവളിലാണ് കുത്തുന്നത്. അതിനെപ്പറ്റിൻ്റെ ഐതിഹ്യമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ക്രിസ്ത്യനാണ്, അപ്പം അത് പറഞ്ഞുതരാൻ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. അത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇവരെ വിശ്വാസമാണ് എനിക്കിഷ്ടപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഓരോ ദൈവത്തിൽ ആരാധിക്കുന്നു, ഓരോ ദൈവത്തിനെ വിശ്വസിക്കുന്നു. അതുപോലെയാണ് ഇവർ അവരുടെ ദൈവത്തിന് ഡെഡിക്കേഷൻ കൊടുത്തിട്ടാണ്. എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലും അവർ ആ ദേവിയുടെ ഫോട്ടോയും വെച്ചിട്ട് വിളക്കം വെച്ച് പഴം അവിടെ അവിലിങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഡ്രിങ്ക്സ്, ഈ വർണ്ണവർക്ക് ഡ്രിങ്ക്സുകളും അത് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ചില കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ചെണ്ടമേളത്തിനൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉണ്ട്. അപ്പോൾ അവരെ കണ്ടുമ്പോൾ എനിക്ക് പാവം തോന്നിച്ചു. കുറച്ച് കാശിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഇത് DJ ആണ്, ഇത് മയിൽക്കാവടിയാണ്. DJയുടെ കൂടെ മയിൽക്കാവടിയാണ് പോകുന്നത്. ഇത് ആദ്യം ഞാൻ ഫസ്റ്റ് DJയുടെ സൗണ്ടൊക്കെ വെച്ചു. അപ്പോഴത്തേനും നോക്കിയപ്പോഴത്തേനും എല്ലാം സിനിമാറ്റിക് പാട്ടാണ്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് പിന്നെ വന്നിട്ട് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ കോപ്പിറൈറ്റ് കിട്ടിയൊരു ഇതല്ലേ, അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ സൗണ്ട് കൊടുക്കാമെന്ന് വെച്ചത്. അതുപോലെ തന്നെ ഇത് മയിൽക്കാവടിയാണ്. ഈ ഇത് ചുണ്ടിലത്തെ ശൂലം വെച്ചിരിക്കുന്നത്, ചിലത് നല്ല വലിയ ശൂലമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കൊച്ചിന് അങ്ങ് അടുത്ത് പോകാൻ പേടി, അതുകൊണ്ടാണ് ഞാൻ ദൂരെ നിന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അവനിത് കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. ആദ്യം വന്നപ്പോൾ ഇങ്ങനെ മറ്റേ പറക്കും കാവടിയൊക്കെ പോയെന്ന് പറഞ്ഞപ്പോൾ അവന് കുറച്ച് ആശ്വാസമായിരുന്നു. എല്ലാ വർഷം വരും കാണാൻ. മുമ്പൊക്കെ അങ്ങ് കാരക്കുളം ജംഗ്ഷനിലാണ് പോകുന്നത് കാണാൻ. ഈ പ്രാവശ്യം നേരത്തെ കുറഞ്ഞെന്ന് പറഞ്ഞു. ഇത് അവിടെ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. പോയപ്പോഴത്തേനും ലേറ്റായി. അതാണ് ഈ പ്രാവശ്യം കന്ന് മമ്മൂട്ടിൽ വന്നത്. ഇവിടെ വെച്ചാൽ കാരക്കുളം എല്ലാം അവിടെ നിന്ന് എല്ലാം കറങ്ങിയിട്ടാണ് പോകുന്നത്. കന്നമൂട്ടിലായപ്പോൾ ഇത്രയല്ല. ഇത് കണ്ട വലിയ ശൂലമാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഇവിടെ നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഇവരെ പിടിക്കാൻ വേണ്ടി ഒരാളുണ്ട് ഇങ്ങനെ കൺട്രോളിൽ നിർത്താൻ. ഞങ്ങളുടെ വീടിനടുത്ത് ചിമ്മണ്ടി എന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ ഇത് കണ്ടിട്ടുണ്ട്. അവിടെ ഇതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ പിടിക്കൊരു കൺട്രോളിങ്ങിൽ ഒരാളുണ്ട്. ഇത് DJയിൽ കൊച്ചു പയ്യന്മാർ പോകണം ഡാൻസ് കളിച്ച്. ഇവർ എത്ര ദൂരം കറങ്ങുന്നോ അത്രയും ദൂരം ഈ പയ്യന്മാർ ബേക്കിൽ നിന്ന് ഡാൻസ് കളിച്ച് പോകും. അതൊക്കെയെന്ന് വെച്ചാൽ പിന്നെ അവർക്കൊരു വൈബാണ്. വർഷത്തിലൊരിക്കൽ വരണില്ല. ഇത് അനൗൺസ്മെൻറ്റിൽ 25 എന്നാണെന്തോ ഞാൻ ഒരുപാട് കേട്ടില്ല. പക്ഷേ അതിലാണെങ്കിൽ 25ാമത്തെ വർഷം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിലേ കേട്ടിട്ടുണ്ട് മൂവോട്ടുണം ക്ഷേത്രത്തിലെ തൂക്കം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അപ്പം കല്യാണത്തിന് മുമ്പേന്നും വിടൂലായിരുന്നു, വീട്ടിൽ നിന്ന് എന്നെ കൊണ്ട് കാണിച്ചു തരാം അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻ ഇതുപോലെ എല്ലായിടം കൊണ്ടൊക്കെ പോയി കാണിക്കും. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചാൽ കൊച്ചിലെ ഇതെല്ലാം കൊണ്ട് കാണിക്കും, എല്ലായിടവും പോവും.
അവരിത് അതിൻ്റെ ഇത് അറിഞ്ഞിരിക്കട്ടെ, എല്ലാം ഓരോ ആചാരങ്ങളും ഓരോ രീതിയൊന്നും അറിഞ്ഞിരിക്കട്ടെ, അത്രമാത്രമേ ഇതെടുക്കണുള്ളൂ. കണ്ടായോ, കൊച്ചു പയ്യന്മാരാണ് ഡാൻസ്. അതിൻ്റെ ഇപ്പോൾ പെൺപിള്ളേരും കളിക്കുന്നു. അതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പെൺപിള്ളേർ കളിക്കുന്നത് ഞാൻ കണ്ടില്ല. താലപ്പൊലിയായിട്ടാണ്. ഇതാണ് പറക്കം കാവടി നടത്തുന്നത്. എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഇങ്ങനെ വണ്ടിയിൽ പോയിട്ടും ഇങ്ങനെ ആട്ടി വിടണ കാണാം. പക്ഷേ ഇവർ ഷൂലോണ് കവിളിലും കുത്തിയിട്ടുണ്ട്. അടുത്തിങ്ങനെ ഇത് കുറുക്കിൽ തൊടുത്തി അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്ന്. ഇതുപോലെ ഒന്നുകൂടെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം. പക്ഷെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ പോയെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ ചിമ്മണ്ടിയിലും ഒരുപാട് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇത് ഇയാൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതെങ്ങനെയാണെന്ന് എനിക്കിത് അറിഞ്ഞൂടാ. വ്രതം എടുത്ത് അങ്ങനെയൊക്കെ എന്തോ ചെയ്യണത് ഇത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോ ഇത് ഫ്ലോട്ട് കണക്കാക്കി നല്ല ഓരോ പെൺപിള്ളേർ വേഷത്തിലൊരുങ്ങി ഓരോ വേഷത്തിലായിട്ട് അങ്ങ് പോകും. അതൊക്കെ എങ്ങനെയാണ് ഇവർ നടന്നിങ്ങനെ അത്രയും ദൂരം ആ വെയിറ്റ് എടുത്തിട്ട് നടന്ന് വരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് വീഡിയോ എടുത്തഴിഞ്ഞാൽ ഇതൊക്കെയാണ് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കണ്ടപ്പോൾ ഇവരെങ്ങനെയായിരിക്കും നടന്നത് വെച്ചാൽ ഞങ്ങൾ ഈ ലൊക്കേഷനിൽ താമസിക്കുന്നതുകൊണ്ട് ഇവരെവിടെ കൂടെ ഒക്കെ കറങ്ങി വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അത്രയും ദൂരം ഇവർ നടക്കണമെങ്കിൽ ഈ വെയിലത്ത് ചൂടത്തും. എന്നാൽ ദൈവം സഹായിച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. ഒരു ഇറങ്ങാൻ സമയമായപ്പോൾ ഉച്ചയ്ക്കും ഒരു 3 മണി തൊട്ട് ഒരു 5 മണി വരെ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാലും അതിലെത്രയും ദൂരം ഈ സ്ത്രീകൾ നടന്നത് ഏകദേശം ചെരുപ്പില്ലാതെയാണ് നടന്നത്. അതൊക്കെ ഇത്രയും ദൂരം ചെരുപ്പില്ലാതൊക്കെ നടക്കുന്നത് അവരവരുടെ ദൈവത്തിനെ വിശ്വസിച്ച് അവിടെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത്. ഇതാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ രൂപ എന്തെന്ന് പറഞ്ഞുതരാം. പക്ഷേ ഈ വ്യക്തി കാണിക്കണമെന്ന് വെച്ചാൽ ആ തീയെടുത്ത് വായിക്കത്തിടും. അതാണ് ഈ വ്യക്തി കാണിക്കുന്നത്. അടുത്ത് തിരിച്ച് ഇതുപോലെ തന്നെ ഇതാവുന്നു ഇരിക്കുന്ന ഒരു രൂപം. അതും അറിഞ്ഞുകൂടെ എനിക്ക് എന്തെന്ന് പറഞ്ഞുതരാൻ. ഇതൊക്കെ ഇവർ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയാം. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ ബസ്സിൽ പോകുമ്പോഴിങ്ങനെയൊക്കെ ബ്ലോക്കായിരിക്കും, ഹോഷത്ത് നടക്കും. അപ്പോഴെല്ലാം ചിന്തിക്കുന്ന കാര്യമാണ്, ഇത് വെയിറ്റ് ഉണ്ടായിരിക്കും, ഇവരെങ്ങനെ ഇത്രയും ദൂരം നടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും അങ്ങനെ ഇത് വെയിറ്റ് ഉള്ളവർ ഡെഡിക്കേഷനല്ലേ. ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചും അത് സ്ത്രീകൾ തന്നെ അലങ്കരിച്ച സ്ത്രീകളാണ്, പുരുഷന്മാരെന്നറിയില്ല. പക്ഷേ എല്ലാം സ്ത്രീകളുടെ രൂപത്തിൽ അലങ്കരിച്ച് അവർ ഡാൻസ് കളിച്ചും. ഇതിനെല്ലാം സിനിമാറ്റിക് ഡാൻസാണ് അവർ കളിക്കുന്നതിലെല്ലാം. പക്ഷെ ഞാൻ അതിങ്ങ് ഓഫ് ചെയ്തതാണ്. ഇത് ഫസ്റ്റ് ഒരു നടന്ന് വന്നപ്പോൾ ഈ റൗണ്ടിലിരിക്കില്ലേ കമ്പി, ഇത് ലാസ്റ്റ് കാണാം ഒരു പയ്യൻ താഴ്ത്തി വെച്ചിട്ടാണ് വന്നത്. കണ്ടോ, ഈ പയ്യൻ താഴ്ത്തിയെ പൊക്കിയിട്ടില്ല. ഇതിനെ പൊക്കുമ്പോഴത്തേനാണ് ഈ പൂ പോലെ ഇങ്ങനെ നടക്കും. ഇത് ഈ വർഷത്തെ ഒരു വെറൈറ്റിയാണ്. കഴിഞ്ഞ വർഷം ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഈ വർഷത്തെ, ഇത് കഴിഞ്ഞ വർഷം ഇതേ മോഡൽ ഉണ്ടായിരുന്നു. ഈ വർഷം പക്ഷേ അവർ കുറച്ച് നല്ല വ്യത്യസ്തമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏതായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്. ആ ക്ഷേത്രത്തിൽ പോകുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഇതറിയാലോ, സർപ്പത്തിൻ്റെ 5 തലയുള്ള സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം എല്ലാം നല്ല വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നത്, സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ദേവിക്ക് അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും അവിടെ ഇതെല്ലാം വെച്ചിരിക്കുമല്ലോ. അപ്പം ഈ ലോറിയിൽ ദേവിയെ പൂവിട്ട് കൊണ്ടുപോകും. പക്ഷേ ആ ഓരോ വീട്ടിലും എഴുത്തുമ്പോഴത്തേനും ദേവിയെ കൊണ്ടുപോകുന്ന ആൾ വന്നിട്ട് അവിടെ നിന്ന് ആ വീട്ടിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ വിശ്വാസം എന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ അമ്മ ഇറങ്ങും, നാട് കാണാൻ വരുമെന്നാണ് അവർ പറയണത്. അപ്പം ഈ അമ്മ ഇറങ്ങി നാട് കണ്ട് ഇവർ ഈ വിളക്കെല്ലാം വയ്ക്കുമ്പോൾ അവരെ വീട്ടിൽ അമ്മ അങ്ങ് കയറിപ്പോകുമെന്നാണ് പറയണത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് എനിക്കിതൊന്നും അറിയില്ല പറഞ്ഞു തരാൻ വേണ്ടി. അങ്ങനെയാണ് ലാസ്റ്റ്. ഇപ്രാവശ്യം പക്ഷേ മഴ ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് ഫ്ലോട്ടുകൾ കുറവായിരുന്നു. അല്ലെങ്കിൽ വണ്ടികളിൽ നിറയെ ക്ഷേത്രത്തിലെ DJ ഒക്കെ കാണുമായിരുന്നു. ഇപ്രാവശ്യം 2-3 വണ്ടിയിൽ എന്തോ DJ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.